അമ്മ എന്തെങ്കിലും ഒന്ന് പറയണ്ടോ? എനിക്ക് പൈസ തരുമോ ഇല്ലയോ? നിനക്ക് എന്താ മോളെ പറഞ്ഞാൽ മനസ്സിലാവാത്ത? അച്ഛന് മരുന്ന് വാങ്ങാൻ തന്നെ ഇവിടെ കാശില്ല. ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ നാട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ സഹായിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ടും നീ എന്തിനാ പിന്നെയും പിന്നെയും കാശി വയ്ക്കുന്നത്? ക്ലാസ്സിൽ എല്ലാവരും ടൂർ പോകുന്നുണ്ടമ്മേ. വയനാട്ടിലേക്കാ, സ്റ്റഡി ടൂറാ. അവിടുത്തെ പ്രകൃതിയെ പറ്റിയൊക്കെ പഠിക്കാനാ. നീ എന്താ മോളെ പറയണത്? ഇവിടെ പട്ടിണി മാറ്റാൻ വഴിയില്ല, അപ്പോഴാ നിന്റെ ഒരു പ്രകൃതി. ഇത് നോക്കിട്ടാള് കുറച്ച് ഇറച്ചും ചോറുക. പള്ളിയിൽ നേർച്ചന്റെ കൊണ്ടുവന്നാണ്. അവിടെ ആരും തിന്നാനാ? ഞാനും മൂപ്പര് മാത്രല്ലേ ഉള്ളൂ. കുട്ടികൾ ആരും അവിടെ അല്ലേലോ. മോക്കാണ് ഇത് ജീവനല്ലേ. അയ്യോ മീനു, നീ ടൂറിന് വരുന്നില്ല? ഇല്ലടോ, ഞാൻ വരുന്നില്ല. ആ എന്താടി നീ ടൂറിന് വരാത്തെ? അവക്ക് നമ്മളെ കമ്പനി ഒന്നും പറ്റൂലല്ലോ അല്ല മീനു? അതൊന്നല്ലടോ, എൻ്റെ അച്ഛന് സുഖമില്ലാത്തോണ്ടാ. അതിനെന്താ, നമ്മൾ വൈകുന്നേരം തിരിച്ചു വരില്ലേ? ഇല്ലടോ, ഞാൻ വരുന്നില്ല. മീനു ടൂറിന് വരുന്നില്ല. അതെന്താ? മിസ്, അവളെ അച്ഛൻ്റെ സുഖമില്ലാത്തോണ്ട് കാശ് എടുക്കാൻ പറ്റിയില്ല. നീ എന്തിനാ ശ്രുതി ഇതൊക്കെ അവളോട് ചോദിക്കാൻ പോയത്? എല്ലാരും വരണമെന്നല്ലേ മിസ്സേ അച്ഛൻ പറഞ്ഞത്? സിലബസിലുള്ളതല്ലേ. പിന്നെ അവള് മാത്രം വരാതിരുന്നാലോ? ആ കുട്ടിയുടെ കയ്യിൽ എവിടുന്നാ ഇത്രയും പൈസ? കുട്ടിയുടെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് തളർന്ന് കിടക്കുക. കുട്ടിയുടെ അമ്മ വീട്ടുജോലിക്കൊക്കെ പോയിട്ടാണ് ആ കുടുംബം പോറ്റുന്നത്. കുട്ടി സ്കൂളിൽ വരുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ക്യാഷ് എടുത്ത് ആ കുട്ടിയെ കൊണ്ടുപോയിക്കൂടെ മിസ്സേ? എത്രയെന്ന് വെച്ചിട്ടാ മിസ്സേ നമ്മൾ കൊടുക്കുക? അവളുടെ അച്ഛൻ്റെ ചികിത്സക്ക് വേണ്ടി തന്നെ സ്റ്റാഫ് ഫണ്ട് നമ്മൾ കുറേ ക്യാഷ് എടുത്തതാണ്. നമുക്ക് വേറെയും ചിലവുകളില്ലേ? ഇപ്പം മക്കൾ വാ. മോളെങ്ങോട്ടാ പോന്നെ? വീട്ടിലേക്കാ. മോക്കെന്നെ മനസ്സിലായില്ലേ? ഉമ്മർക്ക അച്ഛൻ്റെ കൂടെ സ്റ്റാൻഡിൽ പണിയെടുത്താളാ.
മോള് വണ്ടി കയറിക്കോ, ഞാൻ മോളെ വണ്ടിയിലത്തേക്കാ പോകുന്നത്. അവിടെ ഇറക്കി തരാം. കയറിക്കോ, മോള് കയറിക്കോ. മോള് ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ ഇതുവഴി പോകും. മോളെ ഒരു മിനിറ്റ്, മോള് ഇതൊന്ന് ആ ചേട്ടന്മാർക്ക് കൊടുക്കണേ. ഇതെന്താ? ഇത് കെമിസ്ട്രി ലാബിലെ ചെക്കന്മാർക്ക് പഠിക്കാനുള്ള സാധനം. പൈസ എവിടുന്നാ ദേവിയെ പൈസ? ഓക്കെ എവിടുന്നാ പൈസ കിട്ടുന്നത്? അതാ ഉമ്മർക്ക കൊടുക്കുന്നതാ. ഏതുമ്മറ്? ആ ഓട്ടോക്കാരൻ ഉമ്മർക്കയില്ലേ, മൂപ്പരിടക്കൊക്കെ മോളുടെ കയ്യിൽ കാശ് കൊടുക്കാറുണ്ട്. ഓൻ എന്തിനാ ഒക്കെ പൈസ കൊടുക്കുന്നത്? അതൊരു സഹായമാണ് ഇത്താ. ഓൻ എങ്ങനെ ആൾക്കാരെ സഹായിക്കുമോ? അതെ ഇത്താ, മൂപ്പര് രാജേട്ടനോടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചിരുന്ന ആളായിരുന്നല്ലോ. ഒരു രണ്ടാളും ചെങ്ങായിമാരായിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെ, എന്നാൽ ഓനാണത്ര നല്ലോനല്ല. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പുതിയ തലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്ന ഒന്നാണ് ലഹരി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘങ്ങളുണ്ട്. പ്രധാനമായും ഈ സംഘങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കൂള്, കോളേജ് പരിസരങ്ങളിലൊക്കെയാണ്. നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിലൊക്കെ അവരുണ്ടാകും. നിങ്ങളുടെ എന്തോ ബന്ധത്തിലുള്ള സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിരിക്കും നിങ്ങളെ സമീപിക്കുക. അച്ഛൻ്റെ സുഹൃത്ത്, ഏട്ടൻ്റെ കൂട്ടുകാരൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളവരെ വിശ്വസിക്കും. ആ വിശ്വാസം മുതലെടുത്ത് അവർ എന്തെങ്കിലും ചെറിയ പൊതിയോ കവറോ ഒക്കെ നിങ്ങളെ ഏൽപ്പിക്കും. അത് ഇന്ന ആൾക്കൊക്കെ കൊടുക്കാൻ നിങ്ങളെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു പ്രതിഫലവും തരും. നിങ്ങളത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കും. പക്ഷേ ഇത് വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയുടെ കളിയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. വളരെ നേരത്തെ തന്നെ അവർ നിങ്ങളെ വാച്ച് ചെയ്യും, ആരെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നറിയാൻ. അവർ നിങ്ങളെപ്പറ്റി എല്ലാ ഡീറ്റെയിലും കൃത്യമായി മനസ്സിലാക്കും. നിങ്ങൾ പോകുന്ന വഴിയും നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പറ്റി അവർ മനസ്സിലാക്കും. അതിനുശേഷമാണ് നിങ്ങളെ സമീപിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്.
മാഡം, നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. നിങ്ങളുടെ കുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കാര്യം ആര് നോക്കും? എന്റെ മോൻ ഇവനാണ് എന്റെ മകനെ നശിപ്പിച്ചത്. ഇവനാണ് എന്റെ മകനെ നശിപ്പിച്ചത്. ഇവനാണ് എന്റെ മകനെ നശിപ്പിച്ചത്. ഇവനാണ് എന്റെ മകനെ കൂൾ ഡൗൺ മാഡം. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഈ റാക്കറ്റിലെ ഒരു കണ്ണി മാത്രമാണ്. ഇത് വലിയൊരു വലയാണ്. ആ വലയിൽ വീണുപോയ ഒരു പ്രാണി മാത്രമാണ് അവൻ. മാഡത്തിനുണ്ട് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം. കോളേജിലെ ഒരുപാട് തിരക്കുകൾ, അതിനനുബന്ധമായി സൊസൈറ്റിയിലെ വേറെ ചില ഇടപെടലുകളും മറ്റു തിരക്കുകളും. നിങ്ങളുടെ ഭർത്താവ് നഗരത്തിലെ വലിയ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടർ. അദ്ദേഹത്തിന് തിരക്ക് കാരണം അദ്ദേഹത്തിനും മകൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളെ കാര്യം നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആര് നോക്കാനാണ് മാഡം? ഇറ്റ്സ് ഓക്കെ, പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകൻ ഒരു തുടക്കക്കാരൻ മാത്രമാണ്. ജസ്റ്റ് എ ബിഗിനർ. ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് വളരെ ഹോപ്പ്ഫുള്ളാണ്. പക്ഷേ രക്ഷിതാക്കൾക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മൾ ഈ രാപ്പകൽ രക്ഷിതാക്കൾ അധ്വാനിക്കുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനം അവരെ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ അവരുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളതും കൂടി നമ്മളത് ഉറപ്പുവരുത്തണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ മാറ്റിയെടുക്കാം. മാം ഒന്നുകൊണ്ടും വറി ചെയ്യേണ്ട. നമുക്കിവനെ പഴയ പോലെ നല്ല മോനായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് വളരെ സന്തോഷമുള്ള ദിനമാണ്. നമ്മുടെ പ്രിയ കൂട്ടുകാരി മീനുവിനെ നമ്മളിന്ന് ആദരിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കളത്തിങ്ങൽ GUP സ്കൂളിൽ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ കുട്ടികളെ കെണിയിൽ കുടുക്കാൻ വട്ടമിടുന്ന ലഹരി മാഫിയക്കാരെ പറ്റി പറഞ്ഞിരുന്നു. അവസാനം ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മീനു വളരെ വ്യക്തമായി നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ ഈ കോളേജിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന ചില ദുഷ്ടന്മാരെ നമുക്ക് പിടികൂടാനായി. ഈ കോളേജിലെ ചില കുട്ടികൾ അവരുടെ വലയിൽ പെട്ടുപോയിരുന്നു. കോളേജ് പ്രിൻസിപ്പലിൻ്റെ മകൻ പോലും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നതൊക്കെ വളരെ ഞെട്ടലോടെയാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇന്ന് നമുക്ക് വലിയ സന്തോഷം പകർന്നുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ മകൻ നേരതും കൂട്ടുകാരും അവരുടെ എല്ലാ ദുശ്ശീലങ്ങളും ഉപേക്ഷിച്ച് നമ്മോടൊപ്പം ഈ മീറ്റിങ്ങിലുണ്ട്. ഈ ചടങ്ങ് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നേരത് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, നീരദിൻ്റെ വീട്ടുകാരും മീനുവിൻ്റെ വീട്ടുകാരും ഞങ്ങൾ പോലീസുകാരോട് നന്നായി സഹകരിച്ചു എന്നതാണ്. മീനുവിൻ്റെ വീട്ടിൽ അവളുടെ അച്ഛൻ ശരീരം തളർന്ന് അവശ നിലയിൽ കിടക്കുകയാണ്. അപ്പോഴും അവളുടെ അമ്മ മീനുവിൻ്റെ കൂടെ നിന്ന് മീനുവിനെ കൂടെ നിർത്തി പോലീസിന് വേണ്ട വിവരങ്ങൾ തരികയായിരുന്നു. മീനുവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ധൈര്യം, പോലീസിനോടുള്ള അവരുടെ സഹകരണം എടുത്തു പറയാതെ വയ്യ. ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികളുടെ വീട്ടുകാർക്കൊക്കെയും ഒരു മാതൃകയാവുകയാണ് മീനുവും അവളുടെ വീട്ടുകാരും. ഞങ്ങൾ പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെ മീനുവിന്